നമസ്കാരം. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ശബരിമലയിൽ വിഭാവനം ചെയ്യുന്നതെന്നും അതിനുവേണ്ടി കേന്ദ്ര നയം പിന്തുടർന്നാണ് 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ശബരിമല വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കുന്നത് റദ്ദാക്കിയ ഹൈക്കോടതി നടപടിക്കെതിരെയുള്ള അപ്പീലിൽ ഈ വാദമാകും സംസ്ഥാനം ഇനി ഉയർത്തുക. പുതിയതായി വരുന്ന 7 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾക്കും ടെർമിനൽ, റൺവേ എന്നിവയ്ക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. ഡൽഹിയിലെ നോയിഡയിൽ സ്ഥാപിക്കുന്ന പുതിയ വിമാനത്താവളത്തിന് 7200 ഏക്കറാണ് ഏറ്റെടുത്തത്. ഹൈദരാബാദിൽ 5500 ഏക്കറും, ബാംഗ്ലൂരിൽ 4000 ഏക്കറും, തമിഴ്നാട്ടിലെ പരന്തരൂരിൽ 5367 ഏക്കറും ഏറ്റെടുത്തു. വിമാനത്താവളങ്ങൾ യാത്രക്കാർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം കൂടി ഉറപ്പാക്കും വിധത്തിലുള്ളതാകണമെന്നാണ് കേന്ദ്ര നയത്തിലെ കാഴ്ചപ്പാട്. 2008 കേന്ദ്ര നയം അംഗീകരിച്ചത്. ഇതിനുശേഷമാണ് കണ്ണൂർ വിമാനത്താവളത്തിനുള്ള ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയത്. വലിയ വിമാനത്താവളത്തിന് പോലും 1200 ഏക്കർ മതിയാവുമ്പോൾ ശബരിമല വിമാനത്താവളത്തിന് എന്തിനാണ് 2570 ഏക്കർ എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പിണറായിയോട് ചോദ്യം ഉന്നയിച്ചത്. ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഉന്നയിക്കുന്ന വാദം വ്യക്തമാണ്. എല്ലാം കേന്ദ്ര സർക്കാരിന്റെ നയപ്രകാരം തന്നെയാണ് എന്നത്. പക്ഷേ ഈ വാദം സത്യസന്ധമാണോ അതോ സ്വന്തം ഭരണപരാജയങ്ങൾ മറയ്ക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമോ എന്ന ചോദ്യം ഇന്ന് കേരളം മുഴുവൻ ഉയർത്തുകയാണ്. ശബരിമലയെ പോലുള്ള ദേശീയ ആത്മീയ പ്രാധാന്യമുള്ള പദ്ധതിയെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും പിണറായി വിജയൻ സർക്കാരിനാണ്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ ചൂണ്ടിക്കാട്ടി സ്വന്തം അശേഷതയും കെടുകാര്യസ്ഥതയും മറയ്ക്കാനുള്ള ശ്രമം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ വ്യക്തവും സുതാര്യവുമാണ്. പൊതുഹിത പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ കർഷകരുടെയും ഭൂമി ഉടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണം. പരിസ്ഥിതി മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം. ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യത്തുടനീളം നടപ്പാക്കിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ദേശീയ പാതകൾ, വിമാനത്താവളങ്ങൾ, റെയിൽവേ പദ്ധതികൾ എവിടെയും കേന്ദ്ര സർക്കാർ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. എന്നാൽ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഈ നയങ്ങൾ പ്രശ്നമാകും? അതിന് കാരണം കേന്ദ്ര നയമല്ല, സംസ്ഥാന സർക്കാരിന്റെ ഭരണ പരാജയമാണ്, അല്ലെങ്കിൽ പിടിപ്പുകേടാണ്. കേന്ദ്ര പദ്ധതികൾ കേരളത്തിലേക്ക് വരുമ്പോൾ ആദ്യം രാഷ്ട്രീയ എതിർപ്പുണ്ടാകും, പിന്നെ നിയമ കുരുക്കുകൾ ഉണ്ടാകും, അവസാനം കേന്ദ്രം തഴയുന്നു എന്ന പതിവ് ആരോപണം. ഇതാണ് പിണറായി സർക്കാരിന്റെ സ്ഥിരം രീതി. ശബരിമല വിമാനത്താവള വിഷയത്തിലും ഇതുതന്നെയാണ് ആവർത്തിച്ചത്. എന്നാൽ ഇപ്പോൾ ബുദ്ധിപൂർവം അതേ കാര്യം തന്നെ, അല്ലെങ്കിൽ അതേ ആയുധം തന്നെ മറ്റൊരു തരത്തിൽ സ്വന്തം ഉപയോഗത്തിനായി മാറ്റി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് പിണറായി. ഭൂമി ഏറ്റെടുക്കലിൽ ആവശ്യമായ പ്രാഥമിക നടപടികൾ, ജനങ്ങളുമായുള്ള സംവാദം, വിശ്വാസ സമൂഹങ്ങളുമായുള്ള ആലോചന ഇവയൊന്നും സമയബന്ധിതമായി നടത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഫലമാണ് ഹൈക്കോടതി വരെ എത്തുന്ന നിയമപരമായ തിരിച്ചടികൾ. ഇപ്പോൾ ഈ പരാജയങ്ങൾക്ക് മറുപടി കോടതി ഉന്നയിച്ചപ്പോൾ മറയായി കേന്ദ്ര നയം ചൂണ്ടിക്കാട്ടുകയാണ് സർക്കാർ. ശബരിമല കോടിക്കണക്കിന് വിശ്വാസികളുടെ ആത്മീയ കേന്ദ്രമാണ്. അവിടേക്ക് സൗകര്യപ്രദമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഒരു സർക്കാരിന്റെ കടമയുമാണ്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരിക്കലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുമില്ല. മറിച്ച് എല്ലാ നിയമപരവും സാങ്കേതികവുമായ സഹായവും നൽകാൻ തയ്യാറാണെന്ന നിലപാടാണ് കേന്ദ്രം എല്ലായ്പ്പോഴും സ്വീകരിച്ചത്. എന്നാൽ ശബരിമലയെ പോലും രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമാക്കി മാറ്റിയ പിണറായി സർക്കാർ വിശ്വാസികളുടെ വികാരങ്ങളെയും പ്രദേശവാസികളുടെ ആശങ്കകളെയും അവഗണിച്ചു. ഇതാണ് പ്രതിഷേധങ്ങളും നിയമ തടസ്സങ്ങളും ശക്തമാകാൻ കാരണം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വികസനത്തെയും വിശ്വാസത്തെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. കാശി വിശ്വനാഥ് കോറിഡോർ, കേദർനാഥ് പുനർനിർമ്മാണം, അയോധ്യ വികസനം എല്ലാം ഇതിന്റെ തെളിവുകളാണ്. അവിടെയൊന്നും കേന്ദ്ര സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചില്ല, നിയമങ്ങൾ മറികടന്നില്ല. അതേസമയം കേരളത്തിൽ പിണറായി സർക്കാർ വികസനം എന്ന പേരിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ പദ്ധതികൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. പരാജയപ്പെട്ടാൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തും. ഇത് രാഷ്ട്രീയ ഉത്തരവാദിത്വമില്ലായ്മയല്ലാതെ മറ്റൊന്നുമല്ല സർക്കാരെ. കേന്ദ്ര നയം എന്ന വാക്കിന്റെ പിണറായി സർക്കാരിന് ഒരു രക്ഷാകവചമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ കവചം പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ശബരിമല വിമാനത്താവളം യാഥാർത്ഥ്യമാകണമെങ്കിൽ അത് മോദി സർക്കാരിന്റെ വികസന ദർശനത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. കേരളത്തിന് വേണ്ടത് ഉത്തരവാദിത്വമുള്ള ഭരണമാണ്. പരാജയങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന സർക്കാരല്ല. കേരളം ഇത് തിരിച്ചറിയുന്ന നാളുകളാണ് ഇനി വരാനിരിക്കുന്നത്.